ഹായ് ഓൾ, വെൽക്കം ടു അമൃത IAS അക്കാഡമി. എൻ്റെ പേര് സൂരജ്. 2024 മെയിൻസ് പരീക്ഷയ്ക്ക് സഹായകമാകുന്ന വിധത്തിൽ 2023-24 ഇക്കണോമിക് സർവേയിലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ ഇക്കോണമിയുടെ ഗ്രോത്തിനെയും ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്തിനെയും കമ്പയർ ചെയ്യുന്ന ഇൻഫർമേഷനാണ്. അതായത് 2022 ഗ്ലോബൽ ഇക്കോണമിയുടെ ഗ്രോത്ത്, റിയൽ GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.5% ആയിരുന്നു. 2023 ആയപ്പോഴേക്കും അത് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് 3.2%ലേക്ക് വരികയുണ്ടായി. കോവിഡിന് ശേഷമുണ്ടായ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനും അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ ഇൻഫ്ലേഷനും ജിയോ പൊളിറ്റിക്കലി ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ കാരണം കൊണ്ടാണ് ഗ്ലോബൽ ഇക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് 3.5 നിന്നും 3.2 കുറയാൻ കാരണമാക്കിയത്. എന്നാൽ ഇതേ സമയം ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ GDP എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് ഫേസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫേസിലാണ് നമുക്ക് കാണാം. ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ 2023-24 ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു 8.2% ആണ് റിയൽ GDP ഗ്രോത്ത് റേറ്റ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാം. ഈ ഒരു ഗ്രാഫ് വീണ്ടും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് കോവിഡിന് ശേഷം, അതായത് 2020 കോവിഡിന് ശേഷം ഉണ്ടായ ഇക്കണോമി റിസഷൻ നമുക്ക് ഈ ഗ്രാഫിൽ കൃത്യമായി കാണാൻ സാധിക്കും. അതായത് കോവിഡിന് ശേഷം ഇന്ത്യൻ ഇക്കണോമി ഒരു റിസഷണറി ഫേസിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചൊരു ഗ്രോയിങ് ഫേസിലേക്കാണ് ഇക്കോണമി പോയിട്ടുള്ളതായി കാണാം. ഇതിന് നമ്മൾ വി ഷേപ്ഡ് റിക്കവറി എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. 2021 മെയിൻസ് GS3 പേപ്പറിൽ ഇന്ത്യൻ ഇക്കോണമി ഒരു വി ഷേപ്ഡ് റിക്കവറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉള്ള തരത്തിൽ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡു യു എഗ്രി ദാറ്റ് ഇന്ത്യൻ ഇക്കോണമി ഹാവ് റീസെന്റ് എക്സ്പീരിയൻസ്ഡ് എ വി ഷേപ്ഡ് റിക്കവറി എന്നുള്ളത് 2021 നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു വി ഷേപ്ഡ് റിക്കവറി എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് ഇത്തരത്തിലൊരു ഗ്രാഫിലൂടെ നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് 8.2% ആണ് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ഗ്രോത്ത് എന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവ് സിഗ്നൽ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2047 ഇന്ത്യൻ ഇക്കോണമി ഒരു ഡെവലപ്ഡ് എക്കോണമി ആയി മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോളാണ് നമ്മൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇക്കണോമിസ്റ്റ് പറയുന്നത് 2047 ഇന്ത്യക്കൊരു ഡെവലപ്ഡ് ഇക്കോണമി ആകണമെങ്കിൽ ആൻഡ് ആനുവൽ ആവറേജ് ഒരു 7 to 8% റിയൽ GDP ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. സോ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്തത് 8.2% ഗ്രോത്ത് ആണ്. ഈ വർഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 6.5 to 7% ഇക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ എങ്ങനെ നോക്കിയാലും ഒരു എബവ് 7% ആനുവൽ GDP ഗ്രോത്ത് റേറ്റ് നമുക്ക് സാധ്യമാകുന്നിടത്തോളം 2047 ഒരു ഡെവലപ്ഡ് ഇക്കോണമി ആകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ നമുക്ക് കൈവരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വി ഷേപ്ഡ് ഇക്കണോമിയെ പറ്റി പറയുമ്പോൾ 2020 കോവിഡ്, 2019-20 കാലഘട്ടത്തിലെ ആ കോവിഡിന് ശേഷം ഇന്ത്യൻ ഇക്കോണമി തിരിച്ചു വരാൻ കാരണമായ പ്രധാനപ്പെട്ട പോളിസീസ് എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്ന നമ്മുടെ പോളിസിയാണ്. സോ ഏതാണ്ട് 20 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റ് ഔട്ട്ലേ ഉണ്ടായിരുന്ന ആത്മനിർഭർ ഭാരത് സ്കീമാണ് ഇന്ത്യക്ക് ഈ ഒരു വി ഷേപ്ഡ് റിക്കവറി സാധ്യമാകാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ എക്കണോമിക് സർവേയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സെക്ടർ വൈസ് ബ്രേക്ക് ഡൗൺ നടത്തുമ്പോൾ ഇന്ത്യൻ ഇക്കണോമിയെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സെക്ടർ എന്നിങ്ങനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സെക്ടറിലും ഉണ്ടാകുന്ന ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ 1.4% ആനുവലി ഗ്രോ ചെയ്തു എന്നും ഇൻഡസ്ട്രിയൽ സെക്ടർ 9.5% ഗ്രോ ചെയ്തെന്നും സർവീസ് സെക്ടർ 7.6% ഗ്രോ ചെയ്തെന്നും നമുക്ക് കാണാം. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടുള്ളത് മാനുഫാക്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന് തന്നെയാണ്. ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈവൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കോവിഡ്-19 കാലഘട്ടത്തിൽ പോലും അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്
ഒരു പോസിറ്റീവ് ഫേസിൽ തന്നെയായിരുന്നു, പോസിറ്റീവ് ഗ്രോത്ത് ഫേസിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് കാണാം. കാരണം ഈ പറയുന്ന കോവിഡ് ഇൻഡ്യൂസ്ഡ് ലോക്ക്ഡൌണും മറ്റു കാര്യങ്ങളുമൊന്നും അഗ്രികൾച്ചർ സെക്ടറിനെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും സർവീസ് സെക്ടറിനെയും ഇത് വളരെയധികം മോശമായി ബാധിക്കുകയും രണ്ട് സെക്ടറുകളും നെഗറ്റീവ് ഫേസിലായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും സർവീസ് സെക്ടറിനെയും അപേക്ഷിച്ച് അഗ്രികൾച്ചർ സെക്ടറിന് ഗ്രോത്ത് ഒരു സ്റ്റാഗ്നേറ്റഡ് ആയിട്ടാണ് പോകുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് ഫേസിലാണെങ്കിൽ പോലും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് എംപ്ലോയ് ചെയ്യുന്ന ഏതാണ്ട് 45% ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എംപ്ലോയബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിന് കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇനിയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ അഗ്രികൾച്ചർ സെക്ടറിന് ഇനിയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ ഗ്രോത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഓവറോൾ ഗ്രോത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുകയും എംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് കൂട്ടാൻ പറ്റുകയും പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുകയും സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡെഫിസിറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഇന്ത്യൻ ഇക്കോണമിയുടെ ഡെഫിസിറ്റിനെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതായത് നമ്മളുടെ മൊത്തം കടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 9.2% ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായിരുന്ന ഒരു കേസിൽ നിന്നും അത് കുറഞ്ഞ് 5.6% എന്ന് പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് നമ്മൾ കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ പൊതുകടം ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ 5.6% എന്ന് പറഞ്ഞ ഡേറ്റ ഒരുപക്ഷെ മെയിൻസ് നമുക്ക് എഴുതി വെക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് 9.2% ഉണ്ടായിരുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ് കുറഞ്ഞ് 5.6 വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ റവന്യൂ വളരെയധികം കൂടി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂവും കൂടി എന്നുള്ളതാണ്. ടാക്സ് റവന്യൂവിൽ ഡയറക്ട് ടാക്സ് റവന്യൂവും ഇൻഡയറക്ട് ടാക്സ് റവന്യൂവും കൂടി. നോൺ ടാക്സ് റവന്യൂവിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് RBI ഗവൺമെന്റ് നൽകിയ ഡിവിഡൻഡിൽ ഉണ്ടായ വർധനവാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കി പറഞ്ഞാൽ ടാക്സ് റവന്യൂ കൂടിയത് കൊണ്ടും RBI ഗവൺമെന്റ് നൽകിയ ഡിവിഡൻഡ് വളരെയധികം കൂടിയത് കൊണ്ടുമാണ് ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് വളരെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും എൻകേസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇന്ത്യൻ ഇക്കോണമിയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 3% ആയി ചുരുക്കണം എന്നാണ് നമ്മൾ നിബന്ധന വെച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴും നമുക്ക് ആ 3% എന്ന് പറഞ്ഞ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കേവലം 5.6% എന്ന് പറയുന്ന ഫിഗറിലേക്ക് മാത്രമേ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഫിസിക്കൽ ഡെഫിസിറ്റ് 5.6 ആവുന്ന അതേ ഘട്ടത്തിൽ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2.6ഉം പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 2% നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഇത് വളരെ മികച്ചൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിനെ നമ്മൾ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൊതുകടം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ലേക്കാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്ലേ വളരെയധികം കൂടുകയും നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് വളരെയധികം കുറയുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ എടുത്ത കടമെന്ന് പറയുന്നത് ആ കടത്തിന്റെ ഭൂരിപക്ഷവും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. എന്തിനു വേണ്ടിയല്ല, റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയല്ല കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്. മുൻ വർഷങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്ലേക്കായാലും വളരെ കൂടി നിന്നിരുന്നുവെങ്കിൽ 2024 കഴിഞ്ഞ ഫിസിക്കൽ ഇയറിൽ നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്ലേ ഫിസിക്കൽ ഡെഫിസിറ്റിന് ഓവർകം ചെയ്തു എന്ന് നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എടുത്ത കടം നല്ലൊരു ശതമാനവും പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. ഇത് നമുക്ക് എക്സാമിന് എടുത്തു പറയാൻ പറ്റുന്നൊരു ഫാക്ടർ കൂടിയാണ്. ഈ ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഇതും നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ കൂടിയത് കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സ് റവന്യൂ കൂടിയതാണ്. ഇവിടെ നമ്മുടെ റവന്യൂ റെസീപ്റ്റിന്റെ ഉണ്ടായ മാറ്റത്തെ കാണിക്കുന്ന ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാഫിൽ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും 2020 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 26 lakh crore റുപ്പിയാണ് ഏതാണ്ട്
കറണ്ട് ഫിസിക്കൽ ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഫിസിക്കൽ ഇയറിൽ നമ്മുടെ ടോട്ടൽ റവന്യൂ റെസീപ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ആ 26 lakh crore അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ റവന്യൂ റെസീപ്റ്റിൽ ഏറ്റവും മേജർ പോർഷൻ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ടാക്സ് റവന്യൂ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നോൺ ടാക്സ് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടാക്സ് റവന്യൂ റെസിപ്റ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടി. അതോടൊപ്പം തന്നെ നമ്മുടെ ടാക്സ് റവന്യൂ എന്ന് പറയുന്നതും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കഴിഞ്ഞ ഫിസിക്കൽ ഇയറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടിയ ഈ ടാക്സ് റവന്യൂ അതിനെ നമ്മൾ ടാക്സ് ടു GDP റേഷ്യോയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 11.3 ആയിരുന്നെങ്കിൽ ഈ വർഷം അത് 11.7 ആയി കൂടിയിട്ടുണ്ട്. 0.4 ആണ്. 0.4 എമൗണ്ടിൽ നമുക്ക് എന്ത് കൂടിയിട്ടുണ്ട്? നമ്മുടെ ടാക്സ് ടു GDP റേഷ്യോ നമുക്ക് കൂടിയിട്ടുണ്ട്. ആ ടാക്സ് ടു GDP റേഷ്യോയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് ആരാണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. തൊട്ടുപുറയിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത്. അതായത് ഏതാണ്ട് 55% കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 45% ആണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ സംബന്ധമായിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ് നമുക്കിവിടെ കാണിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ആ ഇൻക്രീസിൽ അല്ലെങ്കിൽ ആ ടാക്സ് GDP റേഷ്യോയിൽ 55% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സസ് ആണ്. 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്നും കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് സർവേയിലും അതിന് പിറ്റേന്ന് നമ്മൾ അവതരിപ്പിച്ച നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിലും ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ 11.1 lakh crore ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്ലേ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയുകയും നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ 20 lakh crore ആത്മനിർഭർ ഭാരത് സ്കീമും അതിനുശേഷം വന്നിട്ടുള്ള പലതരത്തിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാമുകളും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഔട്ട്ലേ വളരെയധികം കൂടി നിൽക്കുന്നതെന്ന് കാണാം. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ സൈഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നൽകി വരുന്ന സബ്സിഡീസ് വളരെയധികം കുറഞ്ഞതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ വളരെയധികം കുറയാൻ കാരണമായത്. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞതും റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയാൻ ഒരു കാരണമാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടി നിൽക്കുന്നത് ഒരു എമേർജിംഗ് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒരു എമേർജിംഗ് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഗ്രാഫിൽ ദ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചറിനെ പറ്റി അനലൈസ് ചെയ്തിട്ടുണ്ട്. 2020 തൊട്ട് പിന്നെ ഇങ്ങോട്ടുള്ള ഓരോ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടി വരുന്നത് നമുക്ക് കാണാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നത് കൊണ്ടാണ്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയാൽ മാത്രമേ അതുവഴി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാകുള്ളൂ. അതുവഴി കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സാധ്യമാകുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വഴി കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷനും അതുവഴി കൂടുതൽ ഇൻകം ജനറേഷൻ നമുക്ക് സാധ്യമാകുന്നത് വഴി നമ്മുടെ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ നമുക്ക് കൂടുന്നു എന്ന് നമുക്ക് ലളിതമായി പറഞ്ഞു വെക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കോണമിയുടെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചാണ്. ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 4 വർഷത്തെ അനാലിസിസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് റേഞ്ചിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 4 ± 2% എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2 മുതൽ 6% വരെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഒരു ലിമിറ്റിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലിമിറ്റിനുള്ളിൽ തന്നെ ഇൻഫ്ലേഷനെ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കോർ ഇൻഫ്ലേഷനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കറന്റ്ലി നമ്മുടെ ഇക്കോണമിയുടെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടോട്ടൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് 5.4%. ദാറ്റ് ഈസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് 2 to 6% നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇന്ത്യൻ ഇക്കോണമി ഇപ്പോൾ ഒരു സ്റ്റേബിൾ ഫേസിലാണ്. ഇൻഫ്ലേഷനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി ഇപ്പോൾ ഒരു സ്റ്റേബിൾ ഫേസിലാണ്, അതായത് ഒരു മാനേജബിൾ ഇൻഫ്ലേഷൻ ലിമിറ്റിലാണ് ഇന്ത്യൻ ഇക്കോണമി നിലവിലുള്ളത്, വിച്ച് ഈസ് അറൌണ്ട് 5.4%.
എന്നാൽ നമ്മുടെ കോർ ഇൻഫ്ലേഷൻ, അതായത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്നും വോളറ്റൈൽ ആയിട്ടുള്ള ഫുഡിന്റെയും ഫ്യൂവലിന്റെയും ഇൻഫ്ലേഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കോർ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അറൌണ്ട് 4.3%. പക്ഷേ ഇവിടെ ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു 7.5%-ൽ നിൽക്കുകയാണ്. സോ നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 7.5% നിൽക്കുന്നത് നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമുക്ക് സിലബസിൽ നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഈ ഫുഡ് പ്രോസസ്സിങ്ങിൽ നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിന്റെ പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹൈ ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വെച്ച് നമുക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ ഇക്കോണമിയിലെ നിലവിൽ ഒരു ഹൈ ഫുഡ് ഇൻഫ്ലേഷൻ ആണുള്ളത്, വിച്ച് ഈസ് അറൌണ്ട് 7.5%. ഇനി ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ജൂൺ മാസത്തെ ഫുഡ് ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 9% നമുക്ക് കാണാനും സാധിക്കും. സോ ഇന്ത്യൻ ഇക്കോണമിയിൽ ഫുഡ് ഇൻഫ്ലേഷൻ പ്രൊഡമിനന്റ്ലി ഒരു ഹയർ ഫേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഒരു ഹയർ ലെവലിലാണ് നിൽക്കുന്നത്, വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ കൺസംഷൻ. ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ അത് വളരെ കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഫുഡ് പ്രോസസ്സിംഗ് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് നെഗറ്റീവായിട്ട് ഫുഡ് പ്രോസസ്സിങ്ങിനെയും ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇൻ ജനറൽ പറയാനാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു മാനേജബിൾ ലെവലിലാണ് നമ്മുടെ ഇൻഫ്ലേഷൻ നമ്മൾ നിലവിൽ നിലനിർത്തിയിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാന കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്ന്, നമ്മൾ റീപ്പോ റേറ്റ് ഒരു ഹൈ റേറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഇപ്പോഴും 6.5% എന്ന് പറയുന്ന റേറ്റിലാണ് റീപ്പോ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അങ്ങനെ ഒരു ഹയർ റേറ്റിൽ റീപ്പോ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് ഈ പറയുന്ന ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ നോൺ പെർഫോമിംഗ് അസറ്റ് കിട്ടാക്കടം, അതായത് നോൺ പെർഫോമിംഗ് അസറ്റിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നതാണ്. അതായത് NPA ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഗ്രോസ് NPA നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഡെക്കേഡിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂലാണ് അത് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കേവലം 2.8% മാത്രമാണ് നിലവിൽ നമ്മുടെ നോൺ പെർഫോമിംഗ് അസറ്റ്, അതായത് കിട്ടാക്കടം എന്ന് പറയുന്നത്. ആ ഒരു 2.8% എന്ന് പറയുന്ന ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡെക്കേഡിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. NPA നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അതിന് ഏറ്റവും കാരണമായി നമുക്ക് വിലയിരുത്താവുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, അതായത് NPAയുടെ ക്വാണ്ടിറ്റി, അതായത് NPAയുടെ കുറയ്ക്കുന്നതിന് വേണ്ടി ബാങ്കുകൾക്കുള്ള കിട്ടാക്കടം നോൺ പെർഫോമിംഗ് അസറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഡിസൊല്യൂഷൻ കുറെ കൂടി എളുപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിന്റെ ഒരു സക്സസ് തന്നെയാണ് ഈ ഗ്രോസ് NPA ഇത്രയധികം കുറയ്ക്കാൻ നമുക്ക് സാധ്യമാക്കിയത്. അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഉപയോഗപ്രദമാണ്. ഒരു പക്ഷേ ഇതിനെ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞു വരികയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഗ്രാഫിൽ പ്രധാനമായിട്ടും കാണിക്കുന്നത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റും വർക്കർ പോപ്പുലേഷൻ റേറ്റും അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ സംബന്ധിച്ചാണ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിൽ 16 to 64 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, അവരെയാണ് പൊതുവെ നമ്മൾ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഈ ഒരു ഏജ് ലിമിറ്റ് പല സ്റ്റാറ്റിസ്റ്റിക്സിലും മാറി വരാം. എന്നിരുന്നാലും 16 to 64 എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പിലുള്ള പോപ്പുലേഷൻ്റെ എണ്ണം എത്രയാണോ അതിനെയാണ് നമ്മൾ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ നമ്മൾ കണക്കാക്കുന്നത്. ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷനിൽ ആരൊക്കെയാണ് നിലവിൽ എംപ്ലോയിഡ് ആയിട്ടുള്ളത്, അതോടൊപ്പം ആരൊക്കെയാണ് എംപ്ലോയ്മെന്റ് സീക്ക് ചെയ്യുന്നത്, ഈ രണ്ട് പേരെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന രീതിയിൽ കണക്കാക്കുന്നത്. സോ കറന്റ്ലി നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അറൌണ്ട് 60% എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ത്യയിൽ 16 to 64 ഏജ് ഗ്രൂപ്പിൽ എത്ര ആളുകളുണ്ടോ അവരിൽ 60% എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരിപ്പോൾ എംപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ അവർ എംപ്ലോയ്മെന്റ് സീക്ക് ചെയ്യുന്നവരാണ്. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയും കൂടി മനസ്സിലാക്കാവുന്നത് 40% ഓഫ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആർ നൈദർ എംപ്ലോയിഡ് നോർ സീക്കിംഗ് എനി എംപ്ലോയ്മെന്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
60% എന്ന് പറയുന്നതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വർക്കർ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നതും ഏതാണ്ട് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ 60% അടുത്ത് തന്നെ നിൽക്കുന്നതാണ്. ഈ രണ്ടിന്റെ ഗ്യാപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിന്റെയും വർക്കിംഗ് പോപ്പുലേഷൻ റേറ്റിന്റെയും ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സോ ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് കറന്റ്ലി ഇറ്റ്സ് അറൌണ്ട് 3.2% എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ കറന്റ്ലി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു വരികയാണ്. വിച്ച് ഈസ് കറന്റ്ലി ഇറ്റ് ഈസ് അറൌണ്ട് 3.2%. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ് നമുക്ക് കാണിക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് 2047 കൂടി ഇന്ത്യക്കൊരു ഡെവലപ്ഡ് എക്കോണമി അല്ലെങ്കിൽ നമുക്ക് ഒരു വികസിത് ഭാരത് എന്ന് പറയുന്ന നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് നമുക്ക് ഓരോ വർഷവും 80 lakhs എംപ്ലോയ്മെന്റ് നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എക്കണോമി സർവേ മുന്നോട്ട് വെക്കുന്നത്. സോ ഇൻ ഓർഡർ ടു ബിക്കം വികസിത് ഭാരത് ബൈ 2047 വി ഹാവ് ടു ജനറേറ്റ് ആനുവലി 80 lakh എംപ്ലോയ്മെന്റ് ഇൻ നോൺ ഫാം സെക്ടർ. നോൺ ഫാം സെക്ടറിൽ 80 ലക്ഷത്തോളം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എക്കണോമിക് സർവേ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എംപ്ലോയ്മെന്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു പക്ഷേ വളരെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു ടാർഗറ്റ് എക്കണോമിക് സർവേയിലൂടെ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ 2023 മെയിൻസിന് കറന്റ് സ്റ്റാറ്റസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതിന് വേറെ രീതിയിൽ റീസ്ട്രക്ചർ ചെയ്തോ റീഫ്രെയിം ചെയ്തോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദ റീസൺ ഈസ് എക്കണോമിക് സർവേയിൽ എംപ്ലോയ്മെന്റ് ജനറേഷനെ പറ്റി ഒരു കൃത്യമായ ഒരു ടാർഗറ്റ് നമുക്ക് തന്നതുകൊണ്ട് ഒരുപക്ഷെ ഇതിനെ ഒരു ക്വസ്റ്റ്യനായി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോറക്സ് റിസർവിനെ സംബന്ധിച്ചിടത്തോളമാണ്. നമ്മൾ കഴിഞ്ഞൊരു 2 വർഷത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് പീക്ക് ചെയ്ത് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സോ കറന്റ്ലി ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് $650 ബില്യൺ എന്ന് പറയുന്നതാണ് കറന്റ്ലി നമ്മുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്. ഈ ഫോറക്സ് റിസർവ് നെക്സ്റ്റ് 11 മന്തിലെ ഇമ്പോർട്ടിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന $650 ബില്യൺ എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്തരം വലിയൊരു ഫോറക്സ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി കുറച്ച് എൻഷുർ ചെയ്യാൻ പറ്റും. ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ട് അല്ലെങ്കിൽ സപ്ലൈ സൈഡ് ഷോക്കുകളോ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഷോക്കുകളോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ ഈ ഒരു ഹൈ ഫോറക്സ് റിസർവ് നമുക്ക് സഹായമാകും. സോ ഒരു പക്ഷേ നമുക്ക് ഫോറക്സ് റിസർവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ $650 ബില്യൺ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഫാക്ടിനെ നമുക്ക് ഈ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. സോ അതായത് ഇന്ത്യൻ ഇക്കോണമിയുടെ ഫോറക്സ് റിസർവ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടി വരുന്നു. കറന്റ്ലി വിച്ച് ഇസ് അറൌണ്ട് $650 ബില്യൺ ആണ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ഡയറക്റ്റ്ലി എഴുതുന്നതിന് പകരം ഇങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കുറെ കൂടി ഡൈനാമിക്സ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇക്കണോമിക് സർവേ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളമാണ്. അതായത് കഴിഞ്ഞൊരു 4 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നും ആ എമൗണ്ട് അല്ലെങ്കിൽ കറന്റ്ലി ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് അറൌണ്ട് $2.5 ബില്യൺ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കിട്ടിയ നമ്മുടെ കയ്യിലുള്ള ഡിഫൻസ് എക്യുപ്മെന്റ്സും ഡിഫൻസ് ടെക്നോളജിയും നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് വഴി ഡിഫൻസ് എക്സ്പോർട്ട് മേഖലയിൽ നമുക്കൊരു മേജർ പ്ലെയർ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷനെ കേവലം GS3 ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ GS2 IR ഇന്റർനാഷണൽ റിലേഷൻ ടോപ്പിക്കിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യ ഒരു സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഇന്ത്യ ഒരു ഡോമിനന്റ് പ്ലെയർ ആയി മാറുന്നു എന്നുള്ളൊരു തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളൊരു പോയിന്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഈ ഡേറ്റ നമുക്ക് സഹായകമാണ്. അതായത് ഒരു മേജർ ഡിഫൻസ് എക്സ്പോർട്ടറായി മാറുക വഴി നമുക്ക് കുറെ കൂടി ബൈലാറ്ററൽ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്ക് കുറെ കൂടി ക്ലൗട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്ലൗട്ട് കുറെ കൂടി വർദ്ധിക്കും, നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഗ്രാഫ് നമുക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2023 മെയിൻസിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്ത്യയുടെ ഡിജിറ്റൈസേഷന്റെ കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സോ കറന്റ്ലി ഇന്ത്യയുടെ ഡിജിറ്റൈസേഷൻ നമുക്കറിയാം, ഡിജിറ്റൽ ഇന്ത്യ മിഷൻ അടക്കമുള്ള പല പ്രോഗ്രാമുകൾ വന്നത് വഴി
അല്ലെങ്കിൽ പബ്ലിക് ഡിജിറ്റൽ കീ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ വന്നത് വഴി നമ്മുടെ ഡിജിറ്റൈസേഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള ഡേറ്റാസ് നമുക്കിതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എക്കണോമിക് സർവേയിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ജൻധൻ യോജന വഴി നമ്മൾ ഏതാണ്ട് 50 crore ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ഈ എക്കണോമിക് സർവേ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മെയിൻസിന് കാണാൻ സാധിക്കും. ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഡിജിറ്റൈസേഷൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുകയുണ്ടായി. എം എസ് എം ഇയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ സ്കീംസുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി മാറുകയാണ് കറൻ്റ്ലി. സോ അതുകൊണ്ട് ഇത്തരം ഫാക്റ്റുകൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതാണ്ട് 1.3 lakh ബാങ്ക് ബ്രാഞ്ചസ് തുടങ്ങി എന്നൊരു ഡേറ്റ ഇക്കണോമിക് സർവേ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മോർ ദാൻ 5.5 പോപ്പുലേഷൻ, ദാറ്റ് ഈസ് അറൌണ്ട് 7 crore, മോർ ദാൻ 7 crore പീപ്പിൾ ഹാവ് ക്രെഡിറ്റ് കാർഡ് ആക്സസ് എന്നൊരു ഡേറ്റ മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഡിജിറ്റൽ സെക്ടറിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് നടത്തുന്നത് വഴി നമുക്ക് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമുക്കറിയാം ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് GS3-യിലുള്ളൊരു GS3-യുടെ സിലബസിൽ എക്കണോമിക്സിലെ സിലബസിൻ്റെ ഭാഗമാണ്. സോ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഡേറ്റാസ് നമുക്കവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഉപയോഗപ്പെടുത്താവുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഇക്കണോമിക് സർവേയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റെഫറൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഡിമോണിറ്റൈസേഷന് ശേഷവും ഡിജിറ്റൽ ഇന്ത്യ സ്കീം വന്നതിന് ശേഷവും നമ്മുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, എസ്പെഷ്യലി നമ്മുടെ UPI ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടി എന്നൊരു ഇൻഫർമേഷൻ എക്കണോമിക് സർവേ നമ്മളോട് പറയുന്നുണ്ട്. അതായത് കറൻ്റ്ലി നമ്മുടെ UPI ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഫിസിക്കൽ ഇയറിൽ അറൌണ്ട് 200 lakh crore ആണ്. ഏതാണ്ട് 200 ലക്ഷം കോടിക്കടുത്താണ് നമ്മൾ UPI ട്രാൻസാക്ഷൻ നമ്മൾ നടത്തിയത്. ഈ ഒരു ഇത്തരത്തിൽ ഒരു ഹൈ വോളിയം ഓഫ് UPI ട്രാൻസാക്ഷൻ നടത്തുന്നത് വഴി നമുക്ക് ബ്ലാക്ക് മണി എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഇക്കണോമി കുറേ കൂടി ഫോർമലൈസ് ആകുന്നു എന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള ഡിജിറ്റൽ ഇന്ത്യ സ്കീമിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇ സർവീസസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉമാങ് അടക്കമുള്ള ഇ സർവീസ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ സ്കീം നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അറൌണ്ട് 139 crore ആധാർ കാർഡ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഷോർട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുള്ള പല ഇൻഫോർമേഷനും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സാധ്യമാകുന്നതിനും നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ സ്കീം കുറെ കൂടി സക്സസ്ഫുൾ ആക്കുന്നതിനും ഈ പറയുന്ന പലതരത്തിലുള്ള എങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹെൽപ്ഫുൾ ആയെന്നുള്ളതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഇതിൽ കൊടുത്തിട്ടുള്ള പല ഇൻഫോർമേഷനും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഇക്കണോമിക് സർവേയിൽ പ്രധാനമായിട്ടും എടുത്തു കാണിക്കുന്ന ഒരു കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റിനെ സംബന്ധിക്കുന്നതാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ബാരാമുള്ള, ഗൂംല എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റുകൾ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വളരെയധികം അച്ചീവ്മെൻ്റ് ആണ് കൈവരിച്ചിട്ടുള്ളതെന്ന് എക്കണോമിക് സർവേ പറയുന്നു. അതായത് ഗവൺമെൻറ്റിനെ വളരെയധികം ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിനെ ചൂസ് ചെയ്ത് അവർക്ക് ചില സ്പെഷ്യൽ ഇൻസെൻറ്റീവുകളൊക്കെ കൊടുത്ത് അവരെയും കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു പ്രോഗ്രാമിൻ്റെ സക്സസ് എന്ന നിലയ്ക്ക് രണ്ട് പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റുകൾ എടുത്തു വെച്ചിട്ട് അവരെങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് അച്ചീവ് ചെയ്തത് എന്നുള്ളത് എക്കണോമിക് സർവേ എടുത്തു കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനൊരു സ്പെസിഫിക് ഇൻഫോർമേഷൻ നൽകുന്നത് വഴി ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാമിനെ പറ്റി GS3-യിലോ GS2-ലെ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇഫ് സച്ച് എ ക്വസ്റ്റ്യൻ കംസ്, നമുക്ക് ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് എക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെ അച്ചീവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിൽ കാണിക്കാവുന്നതാണ്. സോ ഈ ഒരു കേസ് സ്റ്റഡി GS3-യിലോ GS2-യിലോ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ എക്കണോമിക് സർവേ ഇങ്ങനെ
പ്രൊഡക്റ്റീവായി നമ്മൾ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്കണോമിക് സർവേയിലെ ഈ ഗ്രാഫ് ഡേറ്റാസൊക്കെ വളരെ ഗ്രാഫ് ഡേറ്റാസൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് GS 1, 2, 3 ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. കേവലം ഈ ഡേറ്റാസിനെ എഴുതി വെക്കുന്നതിന് പകരം അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആൻസേഴ്സിന് കുറേ കൂടി ഡൈനാമിക്സ് നമുക്ക് ഉറപ്പുവരുത്താനായി സാധിക്കും. അങ്ങനെ ഒരു ഡൈനാമിസം ഉറപ്പുവരുത്തുന്നത് വഴി നമ്മുടെ പേപ്പർ കുറേ കൂടി ഒരു എക്സ്പെർട്ട് എഴുതുന്ന ഒരു ആൻസേഴ്സ് പോലെ നമ്മുടെ ആൻസേഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുവഴി നമ്മുടെ ഒരു ടോട്ടൽ GS മാർക്ക് ഒരു 400-420 റേഞ്ചിലേക്ക് നമുക്ക് നമ്മുടെ ആൻസേഴ്സിനെ എത്തിക്കാൻ സാധിക്കും. സോ എക്കണോമിക് സർവേയെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഈ ഒരു ഗ്രാഫുകൾ നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അമൃത IAS അക്കാദമി.